ഗായ്സ് നമ്മുടെ വീട്ടിൽ ഓണമൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞിട്ട് അമ്മാമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ മറ്റേ ഈ പായസത്തിലിടാനായിട്ട് അണ്ടിപ്പരിപ്പ് നെയ്യുമൊക്കെ വറുത്ത് വെക്കുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കഴിക്കുവാണ്. സംഭവം ഞാൻ എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മമ്മ എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തീർക്കും. അപ്പം അമ്മമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, എടുക്കരുത് അതാണ് ഞാൻ സൈഡിൽ നോക്കിയിട്ട് ചിരിച്ചിട്ടൊക്കെ ഇരിക്കുക. എടുക്കരുത് ഇനി എടുത്ത് അടി കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അമ്മമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്, ജീവനാണ്. അതുകൊണ്ട് ഞാനിതിങ്ങനെ എടുത്ത് നല്ല മണമാണ് ഇത് നെയ്യിലിങ്ങനെ ഇട്ട് വറുക്കുമ്പോൾ. എനിക്ക് ഇവിടുത്തെ കറികളൊക്കെ കാണാം. സോ ഇതാണ് എൻ്റെ അമ്മാമ്മയുടെ തോരൻ, നാനി സ്പെഷ്യൽ തോരൻ. അമ്മാമ്മയുടെ തോരൻ ഉദ്ദേശിച്ചത് അമ്മാമ്മ വെച്ച തോരൻ, ക്യാരറ്റും ബീൻസും അങ്ങനെ എന്തൊക്കെയോ ഇട്ട് വെച്ച തോരനാണ്. പക്ഷെ അമ്മമ്മ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റാണ്. എനിക്കറിയില്ല, എനിക്ക് അമ്മയുടെ ഫുഡിനെ കാട്ടും ഇഷ്ടമാണ് അമ്മമ്മയുടെ ഫുഡ്. സോ എനിക്കിതിഷ്ടമാണ്. ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് കഴിച്ചായിരുന്നു. അടുത്തത്, കണ്ട പരിപ്പ് കറി ലുക്കില്ലെങ്കിലും ഇതൊരു പരിപ്പ് കറിയാണ്. അതായത് ഇവിടെ വെട്ടം നല്ല കുറവാണ്, ഞാനാണെങ്കിൽ റിംഗ് ലൈറ്റ് എടുത്തതുമില്ല. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് പരിപ്പ് കറിയാണ് ഗൈസ്. സോ ഇതിനും ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇതിനെല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് സാമ്പാറാണ്. ഇത് പൊക്കാനുള്ള ത്രാണി എനിക്കില്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല കേട്ടോ. അത്യാവശ്യം വലിയ ഒരു പാത്രമാണ്. സോ ഇത് സാമ്പാറാണ്. പിന്നെ ഇനി അടുത്തത് ഇത് അവിയലാണ്. എനിക്കറിയാം നിങ്ങൾ ഇതാണോ അവിയൽ എന്ന് ചോദിക്കുമെങ്കിലും ഇത് അവിയലാണ്. പിന്നെ ഇത് പാൽപ്പായസമാണ്, ആരും തെറ്റിദ്ധരിക്കേണ്ട, കിച്ചടിയാണ്. കിച്ചടി നമ്മൾ വെള്ള കിച്ചടിയില്ലേ, അതാണ്. ഇത് എല്ലാം എൻ്റെ അമ്മമ്മയുടെ സ്പെഷ്യലാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ.